ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. നമ്മളൊരു ലോങ് ഡ്രൈവ് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം വാഹനത്തിൽ നമ്മളൊരു ലോങ് ഡ്രൈവ് പോവുകയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ലോങ് ഡ്രൈവ് ഞാൻ ഉദ്ദേശിച്ചത് ഏകദേശം ഒരു 10,000 അല്ലെങ്കിൽ 4,000 കിലോമീറ്റർ ഒറ്റ സ്ട്രെച്ച് നമ്മൾ ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വാഹനത്തിന് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം വാഹനത്തിന് ചെയ്യാൻ പറ്റുമോ, അതോ വേറൊരു വാഹനം എടുക്കണോ? ഇങ്ങനൊരു ചിന്ത പലരുടെയും മനസ്സിലുള്ളൊരു കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ഇതിനെക്കുറിച്ചൊരു കൃത്യമായിട്ടൊരു സൊല്യൂഷൻ അല്ലെങ്കിൽ കൃത്യമായിട്ടൊരു ഉത്തരം നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ 10 കാര്യങ്ങൾ, ഞാൻ ഈ പറയുന്ന 10 കാര്യങ്ങൾ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഈ 10 കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ വാഹനമായിട്ട് നിങ്ങൾക്കൊരു ലോങ് ഡ്രൈവ് പോകാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ജസ്റ്റ് നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, ഫസ്റ്റ് മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വാഹനം സ്ഥിരമായിട്ട് സർവീസ് ചെയ്യുന്നതാണെന്നുള്ളത്. അതായത് കൃത്യമായിട്ടുള്ള സർവീസ് ചെയ്യുന്ന വാഹനമാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോകാൻ സാധിക്കും. അതായത് വേറെ ഒന്നും കൂടുതൽ അതിനകത്ത് ചിന്തിക്കേണ്ട കാര്യമില്ല. ഞാൻ ഫസ്റ്റ് പോയിൻ്റേ പറഞ്ഞോളാം, നിങ്ങൾ ഓടിക്കയറി ഒരു തീരുമാനത്തിലോട്ട് വരില്ല. ഫസ്റ്റ് കാര്യം സർവീസ് പ്രോപ്പർ ആണോ എന്നുള്ളത്. കാരണം നിങ്ങളുടെ വാഹനം ഏകദേശം ഒരു 2-3 വർഷമൊക്കെ കൂടുമ്പോൾ ഇടയ്ക്ക് കൊണ്ടുപോകുന്ന ഓയിലൊക്കെ മാറി കൊണ്ടുപോരുന്ന വാഹനമാണെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് കൂളൻറ്റോ ബ്രേക്ക് ഫ്ലൂയിഡോ സ്പാർക്ക് പ്ലഗോ എയർ ഫിൽറ്ററോ ഡീസൽ ഫിൽറ്ററോ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും മാറാത്തൊരു വാഹനമാണെന്നുണ്ടെങ്കിൽ, ഓട്ടം കുറവുള്ള വാഹനമാണെങ്കിൽ ഒരു കാരണവശാലും ലോങ് ഡ്രൈവിന് പ്രിഫർ ചെയ്യരുത്. ഇത് ഞാൻ പേഴ്സണലായിട്ട് പറയുന്നതല്ല, വളരെ വ്യക്തമായിട്ട് പറയുന്ന കാര്യമാണ്. കാരണം കൃത്യമായിട്ട് സർവീസ് ചെയ്യുന്ന വാഹനമാണ്, ഓട്ടം കുറവാണ്, പക്ഷേ കൃത്യമായിട്ട് വർഷാവർഷം നിങ്ങളുടെ വാഹനം സർവീസ് ചെയ്യുന്നതാണെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് പോകാം. പക്ഷേ ഓട്ടം കുറവാണ്, ഞാൻ എന്തിന് സർവീസ് ചെയ്യണം, സർവീസിന് പോകുന്ന അല്ലെങ്കിൽ ഒരു യാത്ര പോകുന്നതിന് മുമ്പ് ഞാൻ സർവീസ് ചെയ്തോളാം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാൽ ആ വാഹനമായിട്ട് നിങ്ങൾ യാത്ര പോരുത്. ഉറപ്പായും പെട്ടുപോയിരിക്കും. എങ്ങനെ പെട്ടുപോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിനകത്ത് വരുന്ന പാർട്സുകൾ, അതായത് നിങ്ങൾ റീപ്ലേസ് ചെയ്യാത്തതായിട്ടുള്ള ഫ്യൂവൽ ഫിൽറ്ററും എയർ ഫിൽറ്ററും സ്പാർക്ക് പ്ലഗും കാര്യങ്ങളൊക്കെ പെട്ടെന്നൊരു യാത്ര വരുന്ന സമയത്ത് ഇതിനെല്ലാം പണി വരും. അതായത് ചിലപ്പോൾ നിങ്ങൾ ഓടി തുടങ്ങുമ്പോഴത്തേക്ക് ഒരു 2 വർഷമായിട്ട് നിങ്ങൾ സർവീസൊന്നും ചെയ്യുന്നില്ല, യാത്ര പോകുമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഓടിച്ചെന്നൊരു സർവീസൊക്കെ ചെയ്തു, അന്നേരം ഇതൊന്നും ചിലപ്പോൾ മാറണമെന്നില്ല, കണ്ടിട്ട് വലിയ കുഴപ്പമില്ലാത്തതുകൊണ്ട് അതെല്ലാം കയറ്റി വിടും. പക്ഷേ നിങ്ങളൊരു യാത്ര പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് സ്പാർക്ക് പ്ലഗ് കംപ്ലയിൻ്റ് ആകാം, എയർ ഫിൽറ്റർ ചോക്ഡ് ആകാം, ഏതെങ്കിലും സെൻസേഴ്സ് യൂസ് ചെയ്യാതിരുന്ന, അതായത് വാഹനം ഓടാതെ ഇരുന്ന് അതിന് ഏതെങ്കിലും സെൻസേഴ്സിനൊക്കെ കംപ്ലയിൻറ്റ് വന്ന് അതിന് പണി കിട്ടിയാൽ നിങ്ങൾ യാത്രയുടെ ഇടയ്ക്ക് നിങ്ങൾക്ക് പണി കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഫസ്റ്റ് പോയിൻ്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സെക്കൻഡ് പോയിൻ്റ്, നിങ്ങളുടെ വാഹനത്തിൻ്റെ ടയർ കണ്ടീഷൻ. അതായത് ടയറിൻ്റെ കണ്ടീഷൻ വിഷ്വലായിട്ട് നിങ്ങളൊന്ന് ഇൻസ്പെക്റ്റ് ചെയ്യുക. ടയറിൻ്റെ പാത്തുകൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇതിന് വേറെ എന്തെങ്കിലും ഉണ്ടോ, അണീവനായിട്ടുള്ള വേറെ ഉണ്ടോ, അല്ലെങ്കിൽ ടയർ ഓടിക്കാൻ പറ്റുന്ന കണ്ടീഷനാണോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ടയർ നോക്കുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ടയർ ഞാൻ ഈ പറഞ്ഞ പോലെ പാറ്റേൺ അല്ലെങ്കിൽ ത്രെഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ വേറോ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ധൈര്യമായിട്ട് ആ ടയറിൽ പോകാം. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ടയറിൻ്റെ പ്രഷറും കാര്യങ്ങളൊക്കെ കൃത്യമാണോ നോക്കുക. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ സ്പെയർ വീലിന് പ്രോബ്ലംസ് ഒന്നുമില്ല, സ്പെയർ വീൽ ഓക്കെ കണ്ടീഷൻ ആണോ എന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. മൂന്നാമത്തെ കാര്യം, നിങ്ങളുടെ വാഹനത്തിൻ്റെ സസ്പെൻഷൻ്റെ കണ്ടീഷൻ ഓക്കെ ആണോ എന്ന് ഉറപ്പായിട്ടും ചെക്ക് ചെയ്ത് നോക്കുക. കാരണം സസ്പെൻഷൻ ഹാർഡ് കാര്യങ്ങളൊന്നുമില്ല, സസ്പെൻഷൻ്റെ വർക്കിംഗ് എല്ലാം പ്രോപ്പറാണ്. ഇനി എന്തെങ്കിലും അൺഈവനായിട്ടുള്ള സൗണ്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ അത് സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോകുന്ന സമയത്ത് അത് ഉറപ്പായിട്ടും ചെക്ക് ചെയ്ത് നോക്കിയിട്ടേ പോകാവുള്ളൂ. പിന്നെ ഇതിനകത്തൊരു സംശയം വരുന്നൊരു കാര്യമാണ്, വാഹനം യാത്ര പോയതിന് ശേഷം സർവീസ് ചെയ്യണോ, പോകുന്നതിന് മുമ്പ് സർവീസ് ചെയ്യണോ? നമുക്കൊന്ന് നോക്കാം. നാലാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ടുള്ളൊരു കാര്യമാണ്, നിങ്ങളുടെ വാഹനം പോകുന്നതിൻ്റെ മുമ്പ് തന്നെ സർവീസ് ചെയ്തോണം. അതായത് പോയി കഴിഞ്ഞിട്ട് വന്നതിന് ശേഷമല്ല സർവീസ് ചെയ്യേണ്ടത്, പോകുന്നതിന് മുമ്പ് സർവീസ് ചെയ്യണം. സർവീസിന് ഉദ്ദേശിക്കുന്ന വാഷിംഗ് അല്ല, ഫുള്ളായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നോക്കിയിരിക്കണം. അതായത് അതിൻ്റെ എഞ്ചിൻ ഓയിലിൻ്റെ കണ്ടീഷൻ, എഞ്ചിൻ ഓയിൽ മാറി വിട്ടോണം, കണ്ടീഷൻ നോക്കില്ല. 10,000 കിലോമീറ്റർ ഓടാനുള്ള എഞ്ചിൻ ഓയിൽ മാറിക്കോണം, കൂളൻ്റ് മാറിക്കോണം, ബ്രേക്കിൻ്റെ ഫ്ലൂയിഡ് മാറിക്കോണം, എയർ ഫിൽറ്റർ മാറിക്കോണം, ഫ്യൂവൽ ഫിൽറ്റർ, അതായത് പെട്രോൾ ആണെങ്കിൽ പെട്രോൾ, ഡീസൽ ആണെങ്കിൽ ഡീസൽ, ഫിൽറ്റേഴ്സ് എല്ലാം മാറി വിട്ടോണം. ഇങ്ങനെ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കൊരു ലോങ് ഡ്രൈവ് പോകാൻ സാധിക്കും. കാരണം ഓയിൽ മാറിയിട്ട് ഏകദേശം നിങ്ങളൊരു 5,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. നിങ്ങൾ ആദ്യം ഓയിൽ മാറിയിട്ട് 5,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. എന്നാൽ പോയിച്ചും വന്നിട്ട് മാറിയാൽ പോരെ എന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത്. ഉറപ്പായിട്ടും നിങ്ങൾ ഓയിൽ മാറി വിട്ടതിന് ശേഷം മാത്രം യാത്ര ചെയ്യാൻ ശ്രമിക്കുക. കാരണം വേറൊന്നും കൊണ്ടല്ല, കാരണം ഇത്രയും ലോങ് നമ്മൾ പോവുകയാണ്, നമ്മുടെ വാഹനം കണ്ടിന്യൂസ് ആയിട്ട് ഡ്രൈവ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു കാര്യം കൃത്യമായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞത്. അഞ്ചാമത്തെ പോയിന്റ്, നിങ്ങളുടെ വാഹനത്തിൽ ഏതെങ്കിലും രീതിക്ക് വാർണിംഗ് ലൈറ്റ്സോ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ, അത് എന്ത് വാർണിംഗ് ലൈറ്റോ ആയിക്കോട്ടെ, ചെറിയ എന്തെങ്കിലും മാൽഫങ്ഷൻ ഇൻഡിക്കേഷൻ ലാമ്പ് കാണിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രം ഒരു യാത്ര പോകണം. വേറൊന്നും കൊണ്ടല്ല, ആ ഒരു വാർണിംഗ് ലൈറ്റ് ചെറിയ എന്തെങ്കിലും ഇഷ്യൂ ആണെങ്കിൽ പോലും, ഇപ്പോൾ O2 സെൻസർ ആണെങ്കിൽ ഏത് സെൻസേഴ്സ് ആണെങ്കിൽ പോലും മാൽഫങ്ഷനിങ് കാണിക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് മുമ്പോട്ട് പോകുന്ന സമയത്ത്. അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾക്ക് യാത്രയുടെ ഇടയിൽ വരാതിരിക്കാൻ വേണ്ടി ഏതൊരു സെൻസറോ അല്ലെങ്കിൽ ഏത് ചെറിയ ഇഷ്യൂ ആണെങ്കിലും അത് ക്ലിയർ ചെയ്ത് കറക്റ്റ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ യാത്ര പോകാൻ ശ്രമിക്കുക. ആറാമത്തെ പോയിന്റ്, നിങ്ങൾ മെയിനായിട്ട്
ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യമാണ് നിങ്ങളുടെ വാഹനത്തിൻ്റെ ബാറ്ററിയുടെ കണ്ടീഷൻ. ഏകദേശം നിങ്ങൾ വാഹനം എടുത്തിട്ട് ഒരു 3 വർഷം കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വാഹനത്തിൻ്റെ ബാറ്ററി മാറി വിടുന്നതായിരിക്കും നല്ലതെന്ന് ഞാൻ സജസ്റ്റ് ചെയ്യും. വേറൊന്നും കൊണ്ടല്ല, 3 വർഷം കഴിഞ്ഞിട്ടുണ്ട് ഓട്ടം കുറവാണെങ്കിൽ പ്രത്യേകിച്ച് നിങ്ങളത് മാറി തന്നെ വിടണം. ഓട്ടം കുറവാണെങ്കിൽ വേറൊന്നും കൊണ്ടല്ല, കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാഹനത്തിൻ്റെ ഓട്ടം കുറവായ സ്ഥിതിക്ക് ഈ വാഹനത്തിലോട്ട് കയറുന്ന ബാറ്ററിയുടെ ചാർജിങ് വളരെ കുറവായിരിക്കും. അങ്ങനെ കുറവായിട്ട് കയറിയത് ഇത്ര നാൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകുമ്പോൾ വലിയ പ്രശ്നങ്ങൾ വരുന്നില്ല. പക്ഷേ നിങ്ങളൊരു ലോങ് ഡ്രൈവ് പോകുന്ന സമയത്ത് കണ്ടിന്യൂസ് ആയിട്ട് ഇതിലോട്ട് ചാർജ് കയറും, സെല്ലിന് കംപ്ലയിൻറ്റ് വരാൻ, അതായത് ബാറ്ററിയുടെ സെല്ലിന് ഓവറായിട്ട് ചാർജ് കയറാനുള്ള ചാൻസസ് കൂടുതലാണ്, സെല്ലിന് കംപ്ലയിൻറ്റ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെ സെല്ല് കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വാഹനം സ്റ്റാർട്ട് ആകാതെ വരും. ഈ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കഴിവതും ബാറ്ററി ചെക്ക് ചെയ്തിട്ട് വലിയ കുഴപ്പമില്ല, ജസ്റ്റ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മാറി വിട്ടോണം. എന്നാൽ ഗുഡ് കണ്ടീഷനാണ്, ഹെൽത്തി ആണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, മാറേണ്ട ആവശ്യമില്ല. പക്ഷേ ചെറിയ രീതിക്കെങ്കിലും കംപ്ലയിൻറ്റ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളത് മാറി വിടേണ്ടത് അത്യാവശ്യമാണ്. 7ാമത്തെ പോയിന്റ്, നിങ്ങളുടെ വാഹനത്തിൻ്റെ ബ്രേക്കിൻ്റെ കണ്ടീഷൻ, അതായത് സർവീസ് ചെയ്യുന്ന സമയത്ത് ബ്രേക്കിൻ്റെ കണ്ടീഷൻ ചെക്ക് ചെയ്തതിന് ശേഷം ബ്രേക്ക് ഏകദേശം ഒരു 5000 കിലോമീറ്റർ നിങ്ങളുടെ ബ്രേക്ക് പാഡ് ഓടും എന്ന് അവർ പറഞ്ഞു. അല്ലെങ്കിൽ ബ്രേക്ക് പാഡ് അല്ലെങ്കിൽ ബ്രേക്ക് ഷൂ ഓടും, അതിന് മേലോട്ട് ഓടത്തില്ല, അന്നേരം മാറിക്കണം. പക്ഷേ നമ്മൾ ഓടുന്ന ആകപ്പെടെ 3000 കിലോമീറ്റർ ആണെന്ന് പറഞ്ഞാൽ, പക്ഷേ ഒരു കാരണവശാലും അത് വെച്ചുകൊണ്ടിരിക്കരുത്. കാരണം 5000 കിലോമീറ്റർ ഓടത്തുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓടുന്ന രീതി എന്ന് പറയുമ്പോഴത്തേക്കും നല്ല വഴിയൊക്കെ കയറി കഴിയുമ്പോൾ നമ്മൾ സട്ടനായിട്ട് നല്ല രീതിക്ക് ആക്സലറേഷൻ കൊടുക്കും, നല്ല സ്പീഡിൽ ഓടിക്കുകയും ചെയ്യും. അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ ബ്രേക്കിങ്ങിൻ്റെ എഫിഷ്യൻസി കൂടുതൽ വേണം, ബ്രേക്ക് നമ്മൾ നന്നായിട്ട് യൂസ് ചെയ്യും, പെട്ടെന്ന് ബ്രേക്ക് പാഡ് തേഞ്ഞ് തീരാനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെ വരുന്ന സമയത്ത് ഉറപ്പായിട്ട് നിങ്ങൾ വാഹനത്തിൻ്റെ ബ്രേക്ക് പാഡോ ബ്രേക്ക് ഷോ ഏതെങ്കിലും തീരാറായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അത് റീപ്ലേസ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. 8ാമത്തെ പോയിന്റ്, നിങ്ങൾ വാഹനം യാത്ര പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ വാഹനത്തിൽ ഒരു ഫുൾ ടാങ്ക് ഫില്ല് ചെയ്യണം. അത് പോകുന്നതിൻ്റെ മുമ്പ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നെങ്കിൽ സർവീസിന് കൊടുക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ സർവീസ് കഴിഞ്ഞ് ഇറങ്ങിയാൽ ഉടനെ തന്നെ കൊണ്ടുപോയി നിങ്ങളുടെ വാഹനം ഒരു ഫുൾ ടാങ്ക് അടിച്ചിട്ടോണം. ഒരു കാരണവശാലും യാത്ര പോകുന്ന അന്നോ അല്ലെങ്കിൽ അതിൻ്റെ തലേ ദിവസമോ അല്ല നിങ്ങൾ വാഹനത്തിൽ ഫുൾ ടാങ്ക് ഫില്ല് ചെയ്യേണ്ടത്. ഒരു 2-3 ദിവസം മുമ്പ് നിങ്ങളൊന്ന് ഫുൾ ടാങ്ക് ഫില്ല് ചെയ്യണം. ഫുൾ ടാങ്ക് എന്ന് ഉദ്ദേശിക്കുന്നത് നെക്ക് ലെവൽ വരെ ഫില്ല് ചെയ്തിരിക്കണം. വേറൊന്നും കൊണ്ടല്ല നെക്ക് ലെവൽ ഫില്ല് ചെയ്യാൻ പറഞ്ഞത്, ഞാൻ എപ്പോഴും ഫസ്റ്റ് കട്ട് ഓഫ് പറയുന്നൊരു വ്യക്തിയാണ്. എന്നാലും നെക്ക് ലെവൽ ഫില്ല് ചെയ്യണമെന്ന് പറഞ്ഞാൽ 2 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, നിങ്ങളുടെ വാഹനത്തിൻ്റെ ഫ്യൂൽ എഫിഷ്യൻസി നിങ്ങൾക്ക് അറിയാൻ സാധിക്കും, ഇത് നിങ്ങളുടെ ഒരു അഡ്വാൻറ്റേജിന് മാത്രം. ഇനി അടുത്തൊരു പോയിന്റ്, അതായത് നമ്മുടെ സെക്കൻഡ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഫുൾ ടാങ്ക് ഫില്ല് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും രീതിക്ക് നിങ്ങളുടെ വാഹനത്തിൻ്റെ ഫ്യൂൽ ലീക്ക് ഉണ്ടെങ്കിൽ, അതായത് ഏതെങ്കിലും ഹോസോ അല്ലെങ്കിൽ ഏതെങ്കിലും പൈപ്പോ കാര്യങ്ങളൊക്കെ ലീക്ക് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്കത് അറിയാനും സാധിക്കും. അത് ക്ലിയർ ചെയ്തതിന് ശേഷം യാത്ര പോകാൻ സാധിക്കും. 9ാമത്തെ പോയിന്റ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് നിങ്ങളുടെ വാഹനത്തിൻ്റെ ലൈറ്റും കാര്യങ്ങളും എല്ലാം ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ലൈറ്റിന് വെട്ടക്കുറവോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ, അതിപ്പോൾ വെട്ടക്കുറവ് വരാൻ 2 കാര്യങ്ങൾ വരും. ഒന്നെങ്കിൽ നിങ്ങളുടെ വാഹനത്തിൻ്റെ ബൾബിന് എന്തെങ്കിലും മോശം ഉണ്ടെങ്കിൽ, പഴയ ബൾബാണ് നിങ്ങളുടെ വാഹനത്തിൽ കിടക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ വാഹനത്തിൻ്റെ ഹെഡ് ലൈറ്റിന് വെട്ടക്കുറവ് ഫീൽ ചെയ്യാം. 2ാമത്തെ കാര്യം ഡൂം. ഇപ്പം നമ്മുടെ വാഹനം, ഇപ്പം എൻ്റെ ഇരിക്കുന്ന ഈ ഒരു വാഹനം എന്ന് പറയുമ്പോഴത്തേക്കും പ്രൊജക്ടറാണ് വരുന്നത്. പക്ഷേ പ്രൊജക്ടർ അല്ല, നിങ്ങളുടെ വരുന്ന ഒരു റിഫ്ലക്ടർ ഉള്ള ടൈപ്പാണ്. ആ റിഫ്ലക്ടറിന് മങ്ങലോ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ, അതായത് ഒരുപാട് വർഷം യൂസ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ വെട്ടം കൂടിയ ബൾബ് ഇട്ടതിന് ശേഷം ഇതിൻ്റെ ഡൂമിന് മങ്ങലോ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ആ ഡൂം അല്ലെങ്കിൽ ആ ഒരു ഹെഡ്ലൈറ്റ് അസംബ്ലി റീപ്ലേസ് ചെയ്തിരിക്കണം. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മളൊരു ലോങ് ഡ്രൈവ് പോകുന്ന സമയത്ത് പല കണ്ടീഷൻസ് കൂടെ ആയിരിക്കും നമ്മൾ ആ വാഹനം ഓടിക്കുന്നത്. അങ്ങനെ ഓടിക്കുന്ന സമയത്ത് വെട്ടം കാണുക എന്നുള്ളൊരു വലിയ ഇഷ്യൂ ആണ് രാത്രി സമയങ്ങളിൽ വാഹനം ഓടിക്കുമ്പോൾ. അപ്പം അന്നേരം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു കാരണവശാലും അവിടെ ഒരു റിസ്ക് എടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ റിസ്കി ഫാക്ടറുമായിട്ട് നമ്മൾ പോകാൻ വേണ്ടി നിൽക്കരുത്. ഉറപ്പായിട്ട് ഡൂം പോയിട്ടുണ്ടെങ്കിൽ ആ ഡൂം റീപ്ലേസ് ചെയ്തോണം, അതായത് ആ ഹെഡ്ലൈറ്റ് അസംബ്ലി ഫുൾ റീപ്ലേസ് ചെയ്തോണം. ഇൻ കേസ് ബൾബിനോ കാര്യങ്ങളൊക്കെയാണ് പ്രശ്നം വരുന്നതെങ്കിൽ കുറച്ചുകൂടി വെട്ടം കൂടി ബൾബ് മേടിച്ചിരുന്നുകൊണ്ട് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. 10ാമത്തെ പോയിന്റ്, നമ്മുടെ ലാസ്റ്റ് പോയിന്റ്, നിങ്ങൾ ഏറ്റവും മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട നമ്മുടെ വിസിബിലിറ്റിയാണ്, അത് നമ്മുടെ കാഴ്ചയാണ്. കാഴ്ച വൃത്തിയായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ കണ്ണ് മാത്രം പോരാ, നമ്മുടെ വിൻഷീൽഡ് ഗ്ലാസും നല്ല നീറ്റായിരിക്കണം. അങ്ങനെ വിൻഷീൽഡ് ഗ്ലാസ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയുള്ള സ്ക്രീൻ വാഷിംഗ് ലിക്വിഡ് അല്ലെങ്കിൽ സ്ക്രീൻ വാഷേഴ്സ് നമ്മുടെ വാഹനത്തിനകത്ത് നമ്മൾ സ്റ്റോക്ക് ചെയ്തിരിക്കണം. കാരണം നമുക്കറിയാം ഏകദേശം ഒരു 1.5 ലിറ്റർ ടാങ്ക് അല്ലെങ്കിൽ 2 ലിറ്റർ അങ്ങേറ്റം മാക്സിമം വരുന്നൊരു ടാങ്ക് എത്ര തവണ നമുക്കത് വാഷ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ലോങ് ഒക്കെ പോകുന്ന സമയത്ത് കൂടുതൽ ഡസ്റ്റിയും കാര്യങ്ങളൊക്കെ ആയി പെട്ടെന്ന് നമ്മുടെ ഗ്ലാസസും കാര്യങ്ങളൊക്കെ മോശമാവുന്നതായിരിക്കും. അപ്പം നമ്മൾ എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാസ് ക്ലീനറിൻ്റെ ഒരു ലിക്വിഡ് കയ്യിൽ മേടിച്ച് വെക്കുകയെങ്കിൽ നല്ലതാണ്, ഒന്നാമത്തെ കാര്യം. 2ാമത്തെ കാര്യം, സ്ക്രീൻ വാഷ് വെക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ വാഹനത്തിനകത്ത് കുറച്ച് വെള്ളം കൂടെ ഒന്ന്, കുടിക്കാനുള്ള വെള്ളമല്ല, നമ്മുടെ വാഹനത്തിൻ്റെ ഈ പറയുന്ന സ്ക്രീൻ വാഷിനകത്ത് ഒഴിക്കാൻ പറ്റുന്ന വെള്ളം എന്തെങ്കിലും നമ്മൾ കയ്യിൽ കരുതിക്കോണം. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇത്രയും ലോങ് ഡ്രൈവ് പോകുന്ന സമയത്ത് ഇടയ്ക്കെങ്കിലും നമ്മുടെ ഗ്ലാസ്സിലോട്ട് ഒരു അല്പം വെള്ളം യൂസ് ചെയ്ത് ഒന്ന് വാഷ് ചെയ്യിക്കുന്നത് നല്ലതാണ്. കാരണം നമ്മുടെ വാഹനത്തിൻ്റെ ഗ്ലാസ്സും ഒന്ന് തണുത്തോളും. അങ്ങനെ തണുക്കുന്ന സമയത്ത് നമുക്ക് അകത്തും കുറച്ചൊരു എന്താ പറയുന്നത് ഒരു കൂൾനെസ് ഫീൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം, ഈ 10 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇങ്ങനെ ശ്രദ്ധിച്ച് എല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ വാഹനം പക്ക അപ് ടു ദ കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്കൊരു ഡ്രൈവ് പോകാൻ സാധിക്കും. ഒന്നും പേടിക്കേണ്ട കാര്യം തന്നെ ഇല്ല.